ഇരുട്ടിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് ശരിയാണോ? ഇരുട്ടിനെ അകറ്റണമെങ്കിൽ എന്ത് വേണം? പ്രകാശം വേണ്ടേ? ഓക്കെ. അതേപോലെയാണ് നമ്മുടെ സാമൂഹ്യമായ അന്ധമായ ഇടങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലെ ഇരുട്ടി നിറഞ്ഞ ഇടങ്ങൾ പലതുമുണ്ട്. വിദ്യാഭ്യാസമില്ലായ്മ, അക്ഷരബോധമില്ലായ്മ, എഴുത്തും വായനയും അറിഞ്ഞുകൂടായ്മ, പരിസരങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മ, എന്തിനേറെ പറയുന്നു, വിദ്യയായ മൊബൈൽ ഫോണുകളെ പറ്റി പോലും നമുക്ക് അറിയാത്തവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ട് എന്ന് പറയുന്നില്ല. ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവശ്യത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ അജ്ഞരാണ്. അപ്പോൾ നമ്മുടെ അജ്ഞത മാറ്റണമെങ്കിൽ അവിടെ അറിവാകുന്ന മെഴുകുതിരി കത്തിച്ചു വെക്കണം എന്നാണ് ഈ പഴമൊഴിയുടെ സാരം. ഇതൊരു ഗുണപാഠമല്ലേ? ചൈനയിലെ ഒരു പഴമൊഴിയാണ്. അതേപോലെ നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ, നമ്മുടെ മദർടങ് മലയാളമല്ലേ? ഓക്കെ. നമ്മൾ കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ ഏതിലാണ്? മലയാളത്തിലാണ്. നമ്മുടെ അമ്മമാർ, മുത്തശ്ശിമാർ നമുക്ക് കഥകൾ പറഞ്ഞു തന്നത് ഏതിലാണ്? മലയാളത്തിലാണ്, അല്ലേ? മലയാളത്തിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ, നമ്മുടെ മാതൃഭാഷയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ മറ്റേതൊരു ഭാഷയിലേക്ക് നമുക്ക് പടിപടിയായിട്ട് കയറാൻ പറ്റുകയുള്ളൂ, ചുവട് കയറാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ. മാതൃഭാഷയിൽ അടിത്തറ വേണം കൃത്യമായി. മധുരം മലയാളം. ഞാൻ പാടുമ്പോൾ ഒന്ന് ഏറ്റുപാടിയും ഒപ്പൊന്ന് കൈയടിക്കുകയും ചെയ്യുക കേട്ടോ. ഞാനൊരു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിക്ക് ഇങ്ങനെ നിശ്ചയം തരാം. ഇതിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആരാ കുറച്ച് വളരെ ധൈര്യത്തോടെ മുന്നോട്ട് വരിക കേട്ടോ. ഒരാൾക്ക് ആരാന്നൊന്ന് കൊടുക്കുക ഇങ്ങനെ. നമ്മുടെ ഹൃദയം മലയാളം, മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, മലയാളം, നമ്മുടെ ഹൃദയം മലയാളം. ഉറക്കെ പാടാം. നമ്മുടെ മലയാളത്തെ കുഞ്ഞില്ലേ? ഉറക്കെ ഉച്ചത്തിൽ. റെഡിയാണോ? ഓക്കെ. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം. പുഴയുടെ ഈണം മലയാളം, മഴയുടെ താളം മലയാളം, പുഴയുടെ ഈണം മലയാളം, മഴയുടെ താളം മലയാളം, മധുരം മലയാളം, നമ്മുടെ ഹൃദയം 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 മലയാളം. അത് രണ്ട് വരിയുള്ളൂ. പഠിച്ചോ? അങ്ങനെയല്ലേ? നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും?